ഹായ് ഓൾ, വെൽക്കം ടു ഇമോജി മല്ലു മൂവി റിവ്യൂ. അഖിൽ പോളും അനസ്ഖാനും കഥയെഴുതി സംവിധാനം ചെയ്ത് ടൊവിനോ, തൃഷ, വിനയ് റായ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഐഡന്റിറ്റി എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫും അതിലും ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ നോക്കി ആകെ കൺഫ്യൂസ്ഡ് ആയ സെക്കൻഡ് ഹാഫും നല്ല അടിപൊളി ഫൈറ്റ് ഉള്ളൊരു ക്ലൈമാക്സും ഉള്ളൊരു വാച്ചബിൾ മൂവി. സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്ന സ്ക്രീൻ പ്ലേ, അടിപൊളി മേക്കിംഗ്, ആക്ടേഴ്സിന്റെ കിടിലൻ പെർഫോമൻസ്, എല്ലാം കൊണ്ടും ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു. സിനിമയിലെ ഫൈറ്റ്സ് ആണ് രണ്ടാമത്തേത്. യാനിക്സ് ബെൻ, ഫീനിക്സ് പ്രഭു എന്നിവരാണ് ഈ സിനിമയിലെ ഫൈറ്റ്സ് ചെയ്തിരിക്കുന്നത്. നല്ല വർക്ക് തന്നെയായിരുന്നു ഇവരുടേത്. സിനിമയിലുള്ള ഒരു ചേസിംഗ് സീനൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഫ്ലൈറ്റിനകത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതൊക്കെ ഹോളിവുഡ് ലെവലിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇതുപോലൊരു ഫൈറ്റ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലത്തെ നല്ല കിടിലൻ മേക്കിംഗ്. പെർഫോമൻസിലേക്ക് വന്നാൽ ചില പ്രത്യേകതകളുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ടൊവിനോ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പുള്ളി ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ടൊവിനോയുടെ ഫൈറ്റ് സീക്വൻസിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. അടിപൊളിയായിട്ടാണ് ഫൈറ്റിൽ ടൊവിനോ പെർഫോം ചെയ്തിരിക്കുന്നത്. വിനയ് റായിയാണ് സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ആ സ്റ്റൈലും ലുക്കും അടിപൊളിയായിരുന്നു സ്ക്രീനിൽ കാണാൻ തന്നെ. നായികയായി വരുന്ന തൃഷയുടെയും സിനിമയിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയായിരുന്നു. സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അവരത് ഭംഗിയാക്കിയിട്ടുണ്ട്. അർജുൻ രാധാകൃഷ്ണൻ, ഷമ്മി തിലകൻ, അർച്ചന കവി, മന്ദിര ബേദി, അജു വർഗീസ് എന്നിവരാണ് ഈ സിനിമയിലെ മറ്റു താരങ്ങൾ. സിനിമയിൽ ഒരു നെഗറ്റീവായി തോന്നിയത് സിനിമയുടെ സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആകെ ഒരു പ്രശ്നമായി തോന്നിയത് തിരക്കഥയുടെ സ്പീഡും അതുണ്ടാക്കുന്ന കൺഫ്യൂഷനുമാണ്. സ്ക്രീനിൽ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പ്രേക്ഷകൻ കുറച്ച് പാടുപെടേണ്ടി വരും. ട്വിസ്റ്റും ടേണും സസ്പെൻസും അങ്ങനെ എല്ലാം കൂടി ആകെ ഓവർഡോസ് ആയി സെക്കൻഡ് ഹാഫിൽ. ക്ലൈമാക്സിലെ ഫൈറ്റ് ആണ് സിനിമയ്ക്ക് ഒരു ബെറ്റർ എൻഡിങ് കൊടുക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് ഐഡന്റിറ്റി എനിക്ക് അനുഭവപ്പെട്ടത്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/10. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇത് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.